ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷർ മാതൃക ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തി പോളിടെക്നിക് വിദ്യാർത്ഥികൾ. കാറും ബസ്സും മറ്റു വാഹനങ്ങളും റോഡിൽ ഓടിക്കൊണ്ടിരിക്കുകയും നിർത്തിയിട്ടിടത്തും കത്തിയമരുന്ന കാലത്ത് ഇത്തരം അപകടങ്ങളിൽ തീപിടുത്തം നിയന്ത്രിക്കാൻ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മാതൃക ദേശീയ ടെക് ഫെസ്റ്റിവലിൽ പരിചയപ്പെടുത്തി പോളിടെക്നിക് വിദ്യാർത്ഥികൾ. വാഹനങ്ങളുടെ എഞ്ചിൻ ഭാഗത്തും ഡാഷ്ബോർഡ് ഏരിയയിലും പാസഞ്ചർ ക്യാബിനിലും പിൻഭാഗത്തും പ്രത്യേകം സെൻസറുകൾ ഉപയോഗിച്ചാണ് തീ അണയ്ക്കേണ്ട എക്സ്റ്റിങ്ക്വിഷൻ പ്രവർത്തിക്കുക. സെമി ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം നിരവധി കണ്ണൂർ ഉൾപ്പെടെ എല്ലാ ഭാഗങ്ങളിലും കാറ്, അതുപോലെ ബസ്, നിരവധി വാഹനങ്ങൾ കത്തി നശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ആളപായമില്ലാതെ നമുക്ക് എങ്ങനെ രക്ഷപ്പെടാം? കാരണം ഇപ്പോഴുള്ള വാഹനങ്ങളെല്ലാം സെൻസർ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും ഒരു സ്മോക്ക് വന്നാൽ പോലും നമുക്ക് അതിൻ്റെ ഡോറ് പോലും ഓപ്പൺ ആക്കാൻ പറ്റില്ല. ആ സമയത്ത് നമുക്ക് എങ്ങനെ നമ്മളെ കൊണ്ട് രക്ഷപ്പെടാൻ പറ്റും? ഒരു ലോ ബഡ്ജറ്റായിട്ട് നമുക്കൊരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ സിസ്റ്റം എങ്ങനെ ഒരു കാറ്, അതുപോലെ ഒരു ബസ് കാര്യങ്ങൾക്ക് ഇൻബിൽഡ് ചെയ്ത് വെക്കാൻ പറ്റും എന്നുള്ള ഒരു ചെറിയൊരു രൂപമാണ് ഇവിടെ നമ്മളിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പ്രധാനമായും എഞ്ചിൻ റൂമിലാണ് തീയും പുകയും സാധാരണ ഉണ്ടാകാറ്. ഇതുകൂടി കണക്കിലെടുത്ത് പ്രഥമ പരിഗണനയും ഇവിടെ നൽകുന്നു. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ദേശീയ ടെക് ഫെസ്റ്റിവലിലാണ് പിലാത്തറ വിളയാങ്കോട് മാർ ഗ്രിഗോറിയസ് മെമ്മോറിയൽ പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികൾ ഓട്ടോമാറ്റിക് ഫയർ എക്സ്റ്റിങ്ക്വിഷൻ മാതൃക അവതരിപ്പിച്ചത്. വിളയാങ്കോട് MGM പോളിടെക്നിക് കോളേജിലെ UK ദേവരാഗന്റെ നേതൃത്വത്തിലുള്ള 4ാം സെമസ്റ്ററിൽ പഠിക്കുന്ന 4 വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലാണ് മാതൃക തയ്യാറാക്കിയത്. തൃക്കരിപ്പൂർ ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ.